മേയർ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, അങ്ങനെ 6 കോർപ്പറേഷനുകളിലും മാത്രമല്ല നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ ഈ സമയം തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. വിനയ രാജ് ഉണ്ട് നമ്മളോടൊപ്പം. വിനയ, വലിയൊരു നാടകീയ മുഹൂർത്തങ്ങൾക്കൊന്നും ഒരു സാധ്യതയില്ല, കേവല ഭൂരിപക്ഷമുണ്ട് കോൺഗ്രസിന്. എങ്ങനെ നടക്കുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ? മേയർ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബാലറ്റ് തയ്യാറാക്കാനുള്ള നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. പ്രിയങ്ക, ജില്ലാ കളക്ടറായിട്ടുള്ള പ്രിയങ്കയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥിയായി കുന്നംപുറം ഡിവിഷനിൽ നിന്നും മത്സരിച്ച ജഗദംബികയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായി പ്രിയ പ്രശാന്തിനെയും പാലാരിവട്ടം ഡിവിഷനിൽ നിന്നും ജയിച്ച കൗൺസിലർ ആയിട്ടുള്ള മിനിമോൾ ജോയിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. നമുക്ക് ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം 76 അംഗ കൗൺസിലിൽ 46 അംഗങ്ങളുടെ പിന്തുണ നിലവിൽ UDFനുണ്ട്. 23 അംഗങ്ങളുടെ പിന്തുണ ഇടതു മുന്നണിക്കും 6 അംഗങ്ങളുടെ പിന്തുണയാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംശയിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. UDFന് തന്നെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. UDFന് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഈ സംഭവത്തിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ഈ പ്രശ്നങ്ങളടക്കം മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി UDFിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാധ്യത അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നിലവിൽ കൗൺസിലറായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും, തനിക്ക് പരിഭവമുണ്ട്, തനിക്ക് ഇപ്പോഴും പരാതിയിൽ നിന്നും താൻ പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇന്ന് UDFന്റെ ദിനമാണ്, UDFന്റെ വിജയം ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. ഈ വേളയിൽ UDFനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ഈ ദിവസവും പരിഭവപ്പെട്ടിരിക്കാൻ താല്പര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ദീപ്തി ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വിജയത്തിന്റെ ദിവസം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഏകദേശം ഒരു 11:30 കഴിയുന്നതോടുകൂടി തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ വിവരങ്ങളാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ആ പേര് പറയും, അല്ലെങ്കിൽ ആ മേയർ ആര്, കൊച്ചി കോർപ്പറേഷൻ മേയർ ആരാണെന്നുള്ളത് അറിയും. VK മിനിമോൾ. ഇതേപോലെ തന്നെ വിനയരാജ് ഇനി ചേരുമ്പോൾ VK മിനിമോൾ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്ത പറയാനായി ആയിരിക്കും വിനയ ചേരുന്നത് എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ അവിടെ റിയാസ് KMR ഉണ്ട്. റിയാസ്, അവിടുത്തെ നടപടികൾ എങ്ങനെ നീങ്ങുന്നു? സദാശിവൻ തന്നെയാണോ സാധ്യത? വലിയ നാടകീയ നീക്കങ്ങൾക്കൊന്നും ഒരു സാധ്യത കാണുന്നില്ല. തുടങ്ങിയിരിക്കുകയാണ്. വോട്ടെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാം ഡിവിഷനിലെ കൗൺസിലറാണ് ആദ്യം വോട്ട് ചെയ്യുന്നത്. തുടർന്ന് ആ ഒരു ക്രമത്തിലാണ് വോട്ടെടുപ്പ് പൂർത്തീകരിക്കുക. ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു പ്രത്യേകത, ഇത്തവണ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടെടുപ്പ് നടക്കുക. അതായത് കോഴിക്കോടിനെ സംബന്ധിച്ച് മറ്റിടങ്ങളിലെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം വരാനുള്ള സാധ്യതയുള്ളപ്പോൾ തന്നെ കോഴിക്കോട് ഒപ്പം തന്നെ തിരുവനന്തപുരത്തും അത്തരം സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ഘട്ടം വോട്ടെടുപ്പ് ഉണ്ടാകും. അതുകൊണ്ട് ഒരൽപ്പം വൈകുന്നു. ഇപ്പോൾ വോട്ടെടുപ്പ് ഈ 11:24 വോട്ടെടുപ്പ് പോലും തുടങ്ങിയത്. 76 അംഗങ്ങൾ വോട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് നിലവിൽ 3 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. LDFന് വേണ്ടി മേയർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് തണമ്പാട്ട് താഴം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച സദാശിവൻ ആണ്. UDFന് വേണ്ടി മീഞ്ചന്ത ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്ന SK അബൂബക്കറാണ്. LDFക്ക് വേണ്ടി BJPയിലെ നമ്പിടി നാരായണൻ പന്നിയങ്കര ഡിവിഷനിലെ നിന്നാണ് വിജയിച്ചത്, കൗൺസിലറാണ്. അത്തരത്തിൽ 2 ഘട്ടങ്ങളിലായാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ തന്നെ സാധ്യതകളുള്ളത് 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ട് മേയറേയും ഡെപ്യൂട്ടി മേയറേയും തെരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് ആവശ്യമായി വരുന്ന ഒരു ഘട്ടമാണ്. അതിൽ വോട്ടുകൾ മാറി ചെയ്യുകയോ അസാധുവാവുകയോ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ LDFിലെ സദാശിവനായിരിക്കും മേയറായി തെരഞ്ഞെടുക്കുക. മറ്റ് എന്തെങ്കിലും അട്ടിമറിയോ മറ്റു കാര്യങ്ങളോ അസാധുവാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റൊരു സാധ്യതയുള്ളത്. എന്തായാലും 2 ഘട്ടങ്ങളായി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കും. അതിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.
ശരി, റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ്. അതായത് മറ്റ് കോർപ്പറേഷനുകളിൽ ഒരു ഘട്ട വോട്ടെടുപ്പിൽ തന്നെ ആ തീരുമാനം അറിയാൻ സാധിക്കുമെങ്കിൽ കോഴിക്കോടേക്ക് വരുമ്പോൾ 2 ഘട്ടത്തിലേക്ക് കടക്കും. അതായത് ആദ്യഘട്ടത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതാണ് അതിൻ്റെ ആ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ കാരണം 35, 28, 13 എന്നുള്ള നിലയിലാണ് കോഴിക്കോട്ടെ കോർപ്പറേഷൻ്റെ വാർഡ് കൗൺസിലർമാരുടെ നില എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഓരോ കക്ഷിക്കും മറ്റ് 2 കക്ഷികളെക്കാളും കൂടുതൽ സീറ്റ് നില അല്ലെങ്കിൽ വോട്ടുണ്ടായെങ്കിൽ മാത്രമാണ് അവിടെ ജയത്തിലേക്ക് എത്തുക. അങ്ങനെ ഇല്ലെങ്കിൽ അത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പതിവ്. അപ്പോൾ കോഴിക്കോട് കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അങ്ങനെ കടക്കുന്നത്. എന്നിരുന്നാലും സദാശിവനിലേക്ക് എത്തുമെന്ന് കരുതുന്നു LDF നേതൃത്വം. അങ്ങനെയാണ് കോഴിക്കോട്ടെ സാഹചര്യം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മറ്റ് കോർപ്പറേഷനുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഈ ഒരു നിമിഷം ലഭിക്കുന്നു. VK മുനിമോൾ മേയറായി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിനയാരാജ് ഉണ്ട് എന്ന് കരുതുന്നു. നമുക്ക് വിനയാരാജിലേക്ക് ഇപ്പോൾ തന്നെ എത്താൻ സാധിക്കും. ഇപ്പോൾ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. കൊച്ചിയിൽ ഇനി VK മുനിമോൾ മേയറായി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ഇനി കൊച്ചിയിൽ നിന്ന് വിനയരാജ് ഇപ്പോൾ തന്നെ വിവരങ്ങളുമായി ചേരുമെന്ന് കരുതുന്നു. വലിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നാടകീയ നീക്കങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിനൊന്നും സാധ്യതയില്ല. അവിടെ കേവല ഭൂരിപക്ഷമുണ്ട് കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ഒന്നാം ഘട്ടം പൂർത്തിയായി അത് VK മുനിമോളിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും അവിടെയും തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകാറായി എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ തിരുവനന്തപുരത്തെ വിവരമായി സൂര്യഗായത്രി ഇപ്പോൾ തന്നെ ചേരും. അവിടെയും സാഹചര്യം അങ്ങനെ തന്നെയാണ്. BJP ആണ് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 50 കൗൺസിലർമാരുണ്ട്. ഒപ്പം സ്വതന്ത്രന്റെ പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണ കൂടിയുണ്ട്. അങ്ങനെ 51 ഉണ്ട്. രണ്ടാം ഘട്ടത്തിലേക്ക് പോകില്ല എന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP പ്രവർത്തകരും BJP കൗൺസിലർമാരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരു നീക്കത്തിന് സാധ്യതയില്ല. ഇപ്പോൾ കൊച്ചിയിലാണ് VK മുനിമോൾ മേയറായിരിക്കുന്നു. ആ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. വിനയരാജ് ഉണ്ട്. വിനയ പറയൂ, VK മുനിമോൾ അല്ലേ? ആദ്യം തന്നെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം VK മുനിമോളിന് തന്നെയായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ആകെ കൊച്ചി മേയറാകാൻ VK മുനിമോൾ തന്നെ കൊച്ചിയുടെ മേയറായി ചുമതല ഏറ്റിരിക്കുകയാണ്. 76 അംഗ കൗൺസിലിൽ 46 അംഗങ്ങളുടെ പിന്തുണ നേരത്തെ തന്നെ UDF ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും സംശയം ഉണ്ടായിരുന്നില്ല. മുനിമോൾ തന്നെയാകും മേയർ എന്ന കാര്യത്തിൽ ഒട്ടും സംശയം ഉണ്ടായിരുന്നില്ല. 23 അംഗങ്ങളുടെ പിന്തുണ മാത്രമായിരുന്നു ഇടത് മുന്നണിക്ക് ഉണ്ടായിരുന്നത്. 6 അംഗങ്ങളുടെ പിന്തുണ മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷത്തിന് അപ്പുറം, അതായത് 46 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടുകൂടി തന്നെ മുനിമോൾ ഇപ്പോൾ ചുമതല ഏറ്റിരിക്കുകയാണ്. കൊച്ചിയുടെ പുതിയ മേയറായി തന്നെ ചുമതല ഏറ്റിരിക്കുകയാണ്. ഒരു പക്ഷേ UDFന്റെ 3ാമത്തെ മേയറാണ്. കൊച്ചി ഭരിക്കുന്ന UDFന്റെ 3ാമത്തെ മേയറാണ് മിനിമോൾ അല്ലെങ്കിൽ മിനിമോൾ ജോയ് എന്ന് പറയാൻ സാധിക്കും. ടോണി ചിമ്മിണി മേയറായി ചുമതല ഏറ്റിരുന്നു UDFൽ. അതിനുശേഷമാണ് പിന്നീട് സൗമിനി ജെയിൻ ആയത്. ഇപ്പോൾ 3ാമത്തെ മേയറായി VK മുനിമോൾ തന്നെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കൊച്ചിയുടെ തലപ്പത്ത് വീണ്ടും ഒരു UDF മേയർ എന്ന ഒരു UDF മേയർ ആയിരിക്കുകയാണ്. പ്രധാനമായും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ശ്രമം ഉണ്ടായിരുന്നത്. ആ നഷ്ടപ്പെട്ട ഭരണം ഇപ്പോൾ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. VK മുനിമോൾ തന്നെ മേയർ ആകും എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയം ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള പിന്തുണ തന്നെയായിരുന്നു UDFന് ഇത്തവണ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2 ടേമായിട്ടായിരിക്കും മേയറായി കൊച്ചിയുടെ മേയർ സ്ഥാനത്തേക്ക് 2 ടേമിലായിട്ടായിരിക്കും ഉണ്ടാവുക. ആദ്യ ടേമിൽ, അതായത് 2.5 വർഷമാണ് ഇപ്പോൾ മേയറായി VK മുനിമോൾ ജോയി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി അടുത്ത 2.5 വർഷമായിരിക്കും മറ്റ് ഷൈനി മാത്യു മേയറായി ചുമതലയേൽക്കുക. നിലവിൽ എന്തായാലും കൊച്ചിയുടെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ കൊച്ചിയെ ഭരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കൊച്ചി മേയറായി VK മുനിമോളെ തന്നെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കൊച്ചിയുടെ തലപ്പത്തേക്ക് വീണ്ടും UDF തന്നെ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിരവധി അല്ലെങ്കിൽ മേയർ സ്ഥാനത്തെ സംബന്ധിച്ചുകൊണ്ട് തന്നെ നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന വാദപ്രതിവാദങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ആദ്യം ഈ സ്ഥാനത്തേക്ക് TP മേരി വർഗീസ് വരുമെന്നായിരുന്നു എല്ലാവരും കണക്കുകൂട്ടിയതെങ്കിൽ പിന്നീട് അവസാന നിമിഷത്തിലേക്കാണ് മുനിമോൾ ജോയിയിലേക്ക് ഈ ഒരു സ്ഥാനം എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള അല്ലെങ്കിൽ TP മേരി വർഗീസ് പരാതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം അടക്കമുണ്ടാകുന്നു. KPCCക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ
DCC അധ്യക്ഷൻ പറഞ്ഞത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസിന് പരാതി ഉണ്ട് എന്ന കാര്യത്തിൽ DCCക്ക് ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ എല്ലാവരും കൂട്ടായി എടുത്തൊരു തീരുമാനമാണ് VK മിനിമോൾ ജോയ് എന്നതായിരുന്നു DCC അധ്യക്ഷൻ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ന് ഈ ഒരു മേയർ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മേയറായിട്ടുള്ള വോട്ടെടുപ്പ് ദിവസം ദീപ്തി മേരി വർഗീസ് വരുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ദീപ്തി മേരി വർഗീസ് വരികയും അതിൽ പ്രധാനമായും ദീപ്തി മേരി വർഗീസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഇപ്പോൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ലത് UDFന്റെ വിജയമാണ്, ആ UDFന്റെ വിജയം ആഘോഷിക്കുക തന്നെ ചെയ്യും. എനിക്ക് പരിഭവമുണ്ട്, അല്ലെങ്കിൽ പരിഭവം എന്ന് വ്യാഖ്യാനിക്കരുത്. തനിക്ക് പരാതിയുണ്ട്, ഇപ്പോഴും പരാതിയുണ്ട്. തന്റെ പരാതി ഇതുവരെയും വ്യക്തമാക്കി, തന്റെ പരാതി ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. തനിക്ക് പരിഭവം എന്ന് വ്യാഖ്യാനിക്കരുത്. പരിഭവം ഉണ്ടെങ്കിൽ മാത്രമേ താൻ അല്ലെങ്കിൽ ഈ ഒരു സദസ്സിലേക്ക് വരാതിരിക്കുകയുള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. KPCC മാനദണ്ഡം പാലിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഒറ്റക്കെട്ടായി ഭരണത്തിലേറുന്ന ദിവസം താൻ വരും എന്ന്, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഭരണത്തിലേറുന്ന ദിവസം തനിക്ക് എങ്ങനെ വരാതിരിക്കാൻ സാധിക്കുമെന്നായിരുന്നു ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന കാര്യം. അതിലെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് ഇന്ന് UDFന്റെ വിജയം തന്നെയാണ്. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്, അല്ലെങ്കിൽ ടീം UDFന്റെ വിജയം തന്നെയാണിതെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇപ്പോൾ കൊച്ചിയുടെ മേയറായി VK മിനിമോൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ശരി, വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. സ്വതന്ത്രന്റെ അടക്കം വോട്ട് നേടിയാണ് കൊച്ചിയെ VK മിനിമോൾ നയിക്കുന്നത്. അധികാരമേറ്റിരിക്കുന്നു VK മിനിമോൾ. നമുക്കറിയാം 2.5 വർഷം അധികാരമേറ്റിരിക്കുകയാണ്. 2.5 വർഷം ടേം എന്നുള്ള ഒരു വ്യവസ്ഥ VK മിനിമോളുടെ മുന്നിലുണ്ട്. ആ 2.5 വർഷത്തിന് ശേഷം അത് ഷൈനി മാത്യുവിലേക്ക് കൈമാറുക എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ചുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആ ഒരു കർത്തവ്യം അല്ലെങ്കിൽ ആ ഒരു മേയർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 2.5 വർഷമാണ് VK മിനിമോളുടെ മുന്നിൽ പാർട്ടി പറഞ്ഞിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. 1967 തുടങ്ങുന്ന കൊച്ചി കോർപ്പറേഷൻ്റെ ആ ഒരു ചരിത്രമാണ്. 69 ആദ്യ മേയർ വരുന്നത്. പിന്നീട് ഇപ്പോൾ അത് VK മിനിമോളിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങുന്ന ആ ഒരു വലിയൊരു നിര, ആ ഒരു മേയർ പട്ടികയിലേക്ക് VK മിനിമോൾ എന്നുള്ള പേര് കൂടി അങ്ങോട്ട് വരികയാണ്. UDF നേതൃത്വം വലിയ കേവല ഭൂരിപക്ഷവും കടന്നുള്ള വിജയത്തിൽ ഇപ്പോൾ VK മിനിമോൾ ആ മേയർ സ്ഥാനത്തേക്ക് അധികാരമേറ്റിരിക്കുന്നു. തിരുവനന്തപുരത്തേക്കും നമ്മൾ പോകുമ്പോൾ അവിടെ സാഹചര്യങ്ങൾ ഏകദേശം കഴിയാറായി, അന്തിമഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ VK മിനിമോളാണ് ഇനി കൊച്ചി കോർപ്പറേഷൻ മേയർ. സ്വതന്ത്രനെ അടക്കം പിന്തുണ ലഭിച്ചുകൊണ്ടാണ് VK മിനിമോൾ മേയർ സ്ഥാനത്തേക്ക് അധികാരമേറ്റ് കയറിയിരിക്കുന്നത്. ഇനി കൊച്ചിയെ VK മിനിമോളാണ് നയിക്കുക. UDFന്റെ മികച്ച വിജയം നേടിയ ഒരു കോർപ്പറേഷൻ കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ. ഒപ്പം ആ ഒരു വിജയത്തിന് ശേഷം കോൺഗ്രസിൽ ഉയർന്ന, മുന്നണിയിൽ ഉയർന്ന നിരവധി തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ തർക്കങ്ങൾക്കൊടുവിൽ VK മിനിമോളിലേക്കും അത് കഴിഞ്ഞ് 2ാം ടേമിൽ ഷൈനി മാത്യുവിലേക്കും ഒക്കെ എത്തിയതും നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ദീപ്തി മേരി വർഗീസ് ആണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് KPCC അടക്കം അതിൽ ചില പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ള തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ തന്നെ ദീപ്തി മേരി വർഗീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയൊരു അതൃപ്തി പുറത്ത് കാണിക്കാത്ത വിധത്തിൽ പരോക്ഷമായ ഒരു അതൃപ്തി ദീപ്തി മേരി വർഗീസ് പ്രകടിപ്പിച്ചിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ കടന്നാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയിൽ, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള മേയർ സ്ഥാനത്തിലേക്ക് ആര് മത്സരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കണം ഇനിയാണല്ലോ ആ മേയർ സ്ഥാനാർത്ഥി, കൗൺസിലിലെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ മികച്ച രീതിയിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ അത് ക്രിയാത്മകമായി അത് പരിഹാരം കണ്ടെത്തി. ഒപ്പം മിനിമോളിലേക്കും ഒപ്പം ഈ ഒരു സാമുദായിക ഫോർമുലകളൊക്കെ പലതും വർക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ സമുദായങ്ങൾ വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതൊന്നുമില്ല എന്നുള്ള തരത്തിലാണ്. അത് പാർട്ടി തീരുമാനമാണ്. അത് കൃത്യമായി തങ്ങളുടെ സംഘടനാപരമായ തീരുമാനത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ പേരുകളിലേക്കൊക്കെ എന്നുള്ളതൊക്കെ തന്നെ നേതാക്കളടക്കം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് നേതാക്കളടക്കം പറയുന്നത്. എന്നിരുന്നാലും അങ്ങനെയുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് VK മിനിമോളിലേക്ക് എത്തുന്നു, എന്തുകൊണ്ട് ഷൈനി മാത്യുവിലേക്ക് 2ാം ടൈമിലേക്ക് എത്തുന്നു, ഇതിനിടയിൽ എന്തുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കുന്നില്ല, പിന്നിട്ടും എന്തുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി, അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടാകും. പക്ഷേ അതിനൊന്നും ആ അഭ്യൂഹങ്ങൾക്കൊന്നും ഒരു സാധ്യതയില്ല എന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. സംഘടനാപരമായ തീരുമാനമാണ്. അങ്ങനെ നൽകുമ്പോൾ ദീപ്തി മേരി വർഗീസ്
വർഗീസിന് വലിയ അതൃപ്തിയൊന്നുമില്ല എന്ന് തന്നെ നേതാക്കളടക്കം പറഞ്ഞു. കെ സി വേണുഗോപാലിൻ്റെ കാര്യവും പറഞ്ഞതാണ്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊക്കെ പാർട്ടി തീരുമാനമാണ്. തന്നെ പോലും ഒരു സമയത്ത് താൻ അങ്ങനെ മത്സരിച്ച അല്ലെങ്കിൽ താൻ ഇതേപോലെ നടന്ന അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിലെ തൻ്റെ ഓർമ്മകളൊക്കെ തന്നെ കെ സി വേണുഗോപാൽ ഇതിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ചില ഓർമ്മകളൊക്കെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ആ കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം എന്നുള്ളത്. അപ്പോൾ ദീപ്തി ബെന്നി വർഗീസ് ഒരു അതൃപ്തി പ്രകടിപ്പിച്ചു പരോക്ഷമായി. എന്നിരുന്നാലും കൗൺസിൽ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ന് കൗൺസിലിലേക്ക് എത്തുമ്പോൾ പോലും അത് തൻ്റെ പാർട്ടിക്കൊപ്പം നിൽക്കും. അത് UDFിൻ്റെ വിജയ ദിവസമാണിന്ന്. അപ്പോൾ ആ UDFിനൊപ്പം താൻ ഉറച്ചു നിൽക്കുമെന്നുള്ള പ്രതികരണം തന്നെയാണ്. ഇപ്പോൾ വി കെ മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ മേയർ ആയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്തെ സാഹചര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് വി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ മേയറായോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കേവല ഭൂരിപക്ഷം, അതായത് 51 പേരുടെ പിന്തുണയുണ്ട് അവിടെ വി വി രാജേഷിന്. ഒപ്പം മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥികളുമുണ്ട്. എന്താണ് അവിടെ സാഹചര്യമെന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തിരുവനന്തപുരത്തേക്ക് പോകും. കോഴിക്കോട്ടെ സാഹചര്യം നമ്മൾ കേട്ടതാണ്. റിയാസ് KM പറഞ്ഞിരുന്നു അവിടെ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനെ തുടർന്നുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. 2 ഘട്ടമുണ്ടാകും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരത്തെ സാഹചര്യമൊക്കെ അറിയണം. പാലാ നഗരസഭയിൽ ആ ഒരു കുടുംബം പുളിക്കക്കണ്ടം കുടുംബത്തിൻ്റെ ഒരു പുളിക്കക്കണ്ടം കുടുംബം നിർണായക പങ്ക് വഹിച്ചതിനെ തുടർന്നുള്ള ഒരു കാര്യം അറിയുന്നുണ്ട്. പാലയിൽ ചില സുപ്രധാന നീക്കം നടന്നതായി അറിയുന്നുണ്ട്. പുളിക്കക്കണ്ടം കുടുംബത്തിലെ ദിയ പുളിക്കക്കണ്ടം നയിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ അറിയുന്നത്. നമുക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.